കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നമസ്കാരം, വെട്ടം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. കൽപ്പകഞ്ചേരി വില്ലേജ് ഓഫീസ് കെട്ടിടം ശോചനീയാവസ്ഥയിലാണ്. ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 1986 നിർമ്മിച്ച കെട്ടിടം ചോർന്നൊലിക്കുന്നത് മൂലം പ്രധാനപ്പെട്ട ഫയലുകളടക്കം നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കൽപ്പകഞ്ചേരിക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു വില്ലേജ് ഓഫീസ്. താഴത്തങ്ങാടി ഐരാനി റോഡിൽ ഒരു വ്യക്തി സംഭാവന ചെയ്ത 5 സെന്റ് സ്ഥലത്ത് 1986 നിർമ്മിച്ചതാണ് നിലവിലെ വില്ലേജ് ഓഫീസ്. കെട്ടിടം നാളിതുവരെ ആയിട്ടും യാതൊരു അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല. മഴക്കാലമായാൽ ചുവരുകൾക്കും മേൽക്കൂരയ്ക്കും ചോർച്ചയാണ്. ഓഫീസ് റാക്കിൽ സൂക്ഷിച്ചുവെച്ച രേഖകളിൽ പലതും ദ്രവിച്ചുപോയി. രേഖകൾ കേടാകാതെ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമില്ല. ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ ഇടുങ്ങിയ മുറി. വില്ലേജിലേക്ക് വരുന്ന ആളുകളിൽ 2 പേർക്ക് മാത്രമേ ഓഫീസിൽ കയറി നിൽക്കാനുള്ള സ്ഥലം തികയൂ. പുറത്ത് രേഖകൾ പൂരിപ്പിക്കാനും ഇരിക്കാനുമായി ഒരു ബെഞ്ച്, ഒരു മേശ, വില്ലേജ് ഓഫീസർക്കായി ഇടുങ്ങിയ ഒരു മുറി, കഷ്ടിച്ച് 2 ബൈക്കുകൾ മാത്രം പാർക്ക് ചെയ്യാൻ കഴിയുന്ന മുറ്റം, തുരുമ്പ് പിടിച്ച് ദ്രവിച്ച ഗേറ്റ്, ശൗചാലയത്തിലേക്കുള്ള വെള്ളം പോലും അടുത്തുള്ള വീട്ടിൽ നിന്നും ബക്കറ്റിൽ കൊണ്ടുവരണം. കൽപ്പകഞ്ചേരി വില്ലേജ് ഓഫീസിന്റെ സ്ഥിതി അതിദാരുണമായ അവസ്ഥയിൽ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ ചോർന്നൊലിക്കുകയാണ്. ഉള്ള ഫയലുകൾ മുഴുവനും ആകെ നനഞ്ഞ് കുതിർന്ന് ഒന്നിനും പറ്റാത്ത രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈടെക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ജനകീയ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും അത് വേണ്ടപ്പെട്ട അധികൃതർ അത് ഗൗരവത്തിലെടുക്കാതെ ഇപ്പോൾ നമ്മൾ ഈ ജനകീയ സമിതിയിൽ MLA പ്രതിനിധി അംഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അംഗമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ അംഗമാണ്. എന്നാൽ നിരന്തരം എല്ലാ മാസവും ചേരുന്ന ഈ കമ്മിറ്റികളിൽ ഇവരാരും തന്നെ പങ്കെടുക്കാതെ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ഒരു മറുപടിയും കിട്ടാത്ത രൂപത്തിലുള്ള നിലപാടാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. വില്ലേജിലേക്ക് വരുന്ന വാഹനങ്ങൾ റോഡിൽ നിർത്തിയിടുന്നത് കാരണം മറ്റു വാഹനങ്ങൾക്ക് യാത്രാ തടസ്സവുമാണ്. വില്ലേജ് ഓഫീസുകൾ പലതും ഹൈടെക് ആയെങ്കിലും കൽപ്പകഞ്ചേരി വില്ലേജ് ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ജനകീയ സമിതി പലതവണ കൽപ്പകഞ്ചേരി വില്ലേജ് ഓഫീസിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ചർച്ചകൾ നടത്തിയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റും MLAയും ഒന്നും പങ്കെടുത്തില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 40 ലക്ഷം രൂപ പുതിയ കെട്ടിടത്തിനായി അനുമതിയായെങ്കിലും ബാക്കിയുള്ള നടപടിക്രമങ്ങളൊന്നും പൂർത്തിയായില്ല. നിലവിലെ വില്ലേജ് ഓഫീസ് കെട്ടിടം വാടക കെട്ടിടത്തിലേക്ക് മാറേണ്ടതുണ്ട്. അതിനായി പരിസരത്ത് അനുയോജ്യമായ കെട്ടിടം ലഭിക്കാത്തതും ഒരു കാരണമാണ്. തുടർന്ന് പഴയ കെട്ടിടം പൊളിക്കാൻ അനുമതി ലഭിക്കണം, പുതിയ കെട്ടിടം നിർമ്മിക്കണം. അങ്ങനെ നടപടികൾ ഒരുപാടുണ്ട്. പിന്നീട് നമ്മളെ ഡെപ്യൂട്ടി കളക്ടർ ഒരു യോഗത്തിൽ പങ്കെടുത്ത് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മളെ ഫണ്ട് ഗവൺമെൻറ് 46 ലക്ഷം റുപ്യ ഇത് ഹൈടെക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് നീക്കി വെക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ വേണ്ടത്ര രൂപത്തിൽ ചലിക്കാത്തത് കൊണ്ട് തന്നെ ഒരു പ്രവർത്തനവും നടക്കാതെ പോവുകയാണ്. കാരണം ഇപ്പോൾ ആ ബിൽഡിങ് പുതിയ ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും ഒന്നും ആകാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ പഞ്ചായത്ത് ബിൽഡിങ്ങിൽ ഏറ്റവും മേലത്തെ നില ഒഴിവുണ്ട്. അവിടെ ഒരു വില്ലേജ് ഓഫീസ് താൽക്കാലികമായിട്ട് അങ്ങോട്ട് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ട്, അതിലും സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ പഞ്ചായത്ത് അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോൾ
അതിനൊന്നും തയ്യാറാകാത്ത രൂപത്തിൽ ആണ് അവരുടെ ഭാഗത്തു നിന്നുള്ള നിലപാട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളും ഇന്ന് വരെ നടക്കാതെ പോവുകയാണ്. ഇനി അത് എത്ര കാലം ഈ രൂപത്തിൽ നിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. കൽപ്പകഞ്ചേരിയിൽ ആധുനിക രീതിയിൽ ഒരു ഹൈടെക് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെട്ടം ന്യൂസ്, കൽപ്പകഞ്ചേരി. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.